നീ പഠിക്കണോ? ആ, നാളെ സബ്മിറ്റ് ചെയ്യാനുള്ളതാ. അതിന്റെ കുറച്ച് പണിയില്ല. എന്താ ചേച്ചിക്കുട്ടി? എനിക്കൊരു ഓഫർ വന്നിട്ടുണ്ട്. നിന്നോട് കാര്യം ഒന്ന് പറയാൻ വന്നതാ. ആണോ? എന്താ ഓഫർ? എന്റെ സീനിയർ ആയിട്ട് കോളേജിൽ പഠിച്ച ഒരു സുഹൃത്ത് UPSC കോച്ചിങ് സെന്റർ തുടങ്ങി. കൊള്ളാലോ. അവിടെ സിവിൽ സർവീസ് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ക്ലാസ് എടുക്കാൻ ഒരു ചാൻസ് വന്നിട്ടുണ്ട്. സിവിൽ സർവീസോ? അതെ. അതിൽ മലയാളം ഓപ്ഷൻ എടുക്കുന്നവർക്ക് മലയാളത്തിന്റെ ക്ലാസ് എടുക്കാനാ. ഒരു മെയിൻ പ്രൊഫസർ ഉണ്ട്, പക്ഷെ അദ്ദേഹത്തിന് എന്നും ക്ലാസ് എടുക്കാൻ സമയം ഉണ്ടാവില്ല. അദ്ദേഹം പഠിപ്പിക്കുന്നത് ഞാനൊന്ന് ഫോളോ അപ്പ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അതെങ്കിൽ ഇഷ്ടപ്പെട്ട ലക്ഷണം ഉണ്ടല്ലോ. എനിക്ക് നല്ല താല്പര്യമുണ്ട്, പക്ഷെ അച്ഛൻ സമ്മതിക്കില്ല എന്ന് ഉറപ്പാ. അതിന് നമുക്ക് എന്തെങ്കിലും വഴി കണ്ടുപിടിക്കാന്നേ. അല്ല, അവിടെ ജോലി ചെയ്യുന്നതിന് സാലറി വല്ലതും കിട്ടോ? അവര് തുടങ്ങിയതല്ലേ ഉള്ളൂ. ഒരുപാട് കുട്ടികളൊന്നും പഠിക്കാനില്ല. അതുകൊണ്ട് കാര്യമായ സാലറി ഒന്നും കിട്ടില്ല. പിന്നെ ഫ്രീ ആയിട്ട് കോച്ചിങ് കിട്ടും. എന്നാ പിന്നെ കോച്ചിങ്ങിന് പോവാന്ന് പറഞ്ഞ അവിടെ പോവാലോ. സിവിൽ സർവീസിന് പ്രിപ്പയർ ചെയ്യുന്നെന്ന് പറഞ്ഞാ മതി. അതാവുമ്പോ അച്ഛൻ പെട്ടെന്ന് വേണ്ടെന്ന് പറയാൻ സാധ്യതയില്ല. എന്നാ പിന്നെ അങ്ങനെ പറയാല്ലേ? ആ, ഞാൻ കോച്ചിങ്ങിന് പോയിട്ടോ എക്സാം എഴുതിയിട്ടോ ഒന്നും ഒരു കാര്യമില്ല. അതൊന്നും എനിക്ക് പറ്റിയ പരിപാടിയേ അല്ല. എന്നാലും ആ പേരും പറഞ്ഞ് ഇവിടെ നിന്ന് ഇറങ്ങാലോ. എനിക്കിഷ്ടമുള്ള ജീവിതം കുറച്ചു നാളെങ്കിലും ജീവിക്കാമല്ലോ. അതെ, സ്കൂളിലും കോളേജിലും തന്നെ പഠിപ്പിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ. ഇതും ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെയല്ലേ, ചെയ്യുന്നത് ടീച്ചിങ്ങോ. അതെ, പൗലോ കൊയ്ലോ ആൽക്കമിസ്റ്റിൽ എഴുതിയതുപോലെ നമ്മളെ ശക്തമായ ഒരു കാര്യം ആഗ്രഹിച്ച് അതിനുവേണ്ടി ഇറങ്ങി പുറപ്പെട്ടാൽ അത് നേടിത്തരാൻ പ്രപഞ്ചം പോലും നമുക്ക് വേണ്ടി ഗൂഢാലോചന നടത്തുന്ന. അതുകൊണ്ടല്ലേ എനിക്ക് ഈ ജീവിതത്തില് ഒരിക്കലും നടക്കാൻ സാധ്യതയില്ലെന്ന് അറിഞ്ഞിട്ടും ഞാൻ ആഗ്രഹിച്ച കാര്യം നടത്തിത്തരാൻ ഇങ്ങനൊരവസരം എന്നെ തേടി വന്നത്. അവസരമൊക്കെ വന്നു. ഇനി ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഗൂഢാലോചനക്കാരനായ അച്ഛനൊന്ന് സമ്മതിച്ചു കിട്ടിയ പൗലോ കൊയ്ലോയെ ഞാൻ അംഗീകരിക്കാം. അദ്ദേഹത്തിനെ നിന്റെ അംഗീകാരത്തിന്റെ ആവശ്യമൊന്നുമില്ല. ഓ, അച്ഛനെ പറഞ്ഞ കുഴപ്പമില്ല. പക്ഷെ എവിടെയോ ഉള്ള ഒരു എഴുത്തുകാരനെ പറഞ്ഞ എന്റെ ചേച്ചിനെ വെറുതെ വിടില്ല. അതെ, ഇക്കാര്യം അച്ഛനടുത്ത് എങ്ങനെ അവതരിപ്പിക്കാനാ പ്ലാൻ? ഞാൻ അതിനെക്കുറിച്ചൊന്നും ചിന്തിച്ചില്ല. സംഭവം അറിഞ്ഞപ്പോഴേ നിന്നോട് വന്ന് പറഞ്ഞതാ. ബാക്കിയൊക്കെ ഇനി വേണമെന്ന് ആലോചിക്കാൻ. നമുക്കൊരു കാര്യം ചെയ്യാം. ആദ്യം അമ്മയെ കൊണ്ട് പറയിപ്പിക്കാം. അപ്പോ എന്താണ് അച്ഛന്റെ മറുപടി എന്ന് അറിയാൻ പറ്റും. അച്ഛൻ പറ്റില്ല എന്ന് പറയുവാണെങ്കിൽ നമുക്കത് മാറ്റി പറയിക്കാനുള്ള വഴി അപ്പൊ ആലോചിക്കാം. അച്ഛൻ പറ്റില്ല എന്ന് പറയാനാ സാധ്യത കൂടുതൽ. അങ്ങനെ പറഞ്ഞാ നമ്മൾ എന്ത് ചെയ്യും? അങ്ങനെ പറഞ്ഞാലല്ലേ, ആദ്യം പറയട്ടെ, ബാക്കി അത് കഴിഞ്ഞ് ആലോചിച്ചാ പോരെ. അതല്ല ശിവാനി, എനിക്കതിന് എങ്ങനെയെങ്കിലും പോണം. അച്ഛനെതിർത്താ അതിനെ മറികടക്കാൻ ഇപ്പോഴേ ഒരു വഴി കണ്ടുപിടിച്ച മനസ്സിനൊരു സമാധാനം ഉണ്ടായെന്നെ. ക്ഷാമേച്ചി പേടിക്കാതിരിക്കെ. അച്ഛനെതിർത്താ ചേച്ചിക്ക് വേണ്ടി ഒന്നല്ല 100 വഴി ഈ എണ്ണീത്തി കണ്ടുപിടിച്ചു തരും. ഓ, അച്ഛന്റെ കുരുട്ട് ബുദ്ധി മുഴുവൻ നിനക്ക് കിട്ടിയിട്ടുണ്ടെന്നാ എനിക്ക് തോന്നുന്നത്. അത് ശരി. ഒരു സഹായം ചെയ്യാൻ വന്നത് ഞാനിപ്പോ കുരുട്ട് ബുദ്ധിക്കാരിയല്ലേ? അയ്യോ, അങ്ങനെയല്ല. ഞാൻ നിന്നെ ഒന്ന് പുകഴ്ത്തി പറഞ്ഞതല്ലേ. വല്ലാതങ്ങ് പുകഴ്ത്തല്ലേ. ഇപ്പൊ പറഞ്ഞ എല്ലാ സഹായ വാഗ്ദാനങ്ങളും ഞാനിങ്ങനെ പിൻവലിക്കും. അയ്യോ, വേണ്ട വേണ്ട, ഞാൻ അറിയാതെ പറഞ്ഞതാ മോളെ. സോറി, നീ ഒന്ന് ക്ഷമിക്കേ. നിനക്ക് നല്ല തെളിഞ്ഞ ബുദ്ധിയാ. നീ ഭയങ്കര മിടിക്കുക പോരെ.